പ്രിയപ്പെട്ടവരെ, 2-3 ദിവസങ്ങൾക്ക് മുൻപാണ് നമ്മുടെ ബഹുമാന്യനായ ഹെഡ് മാസ്റ്റർ പ്രിയപ്പെട്ട ബിജു സാർ എന്നെ ഫോണിൽ ബന്ധപ്പെടുകയും ഇതുപോലെയുള്ള ഒരു പ്രവേശനോത്സവത്തെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തത്. അതിൽ അദ്ദേഹം ആവശ്യപ്പെട്ട ഒരു കാര്യം, ഒരു ചെറിയൊരു മെസ്സേജ് ഈ സമ്മേളനവുമായിട്ടനുബന്ധിച്ച് നൽകണമെന്നുള്ളതാണ്. സത്യത്തിൽ ആദ്യം എന്നോടത് ആവശ്യപ്പെട്ടപ്പോൾ എനിക്ക് ഒരു നേരിയ വിസമ്മതമായിരുന്നു. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 25 വർഷമായിട്ട് ഞാൻ നാട്ടിൽ നിന്ന് അകന്നു കഴിയുന്ന ഒരാളാണ്. അങ്ങനെയുള്ള ഒരാൾ ഇതുപോലുള്ളൊരു സന്ദർഭത്തിലൊരു സന്ദേശം നൽകുക എന്നുള്ളതൊരു അനൗചിത്യമായിരിക്കില്ലേ എന്നുള്ളൊരു നേരിയ സംശയം എനിക്കുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ സ്കൂളുമായിട്ടുള്ളൊരു വൈകാരിക ബന്ധം, ഒരു വൈകാരിക തലത്തിൽ നിന്ന് ഞാനതിനെ നോക്കിക്കണ്ടപ്പോൾ വളരെ സന്തോഷത്തോടു കൂടി ഞാനത് സ്വീകരിക്കുകയായിരുന്നു. നമ്മുടെ സ്കൂളുമായിട്ടുള്ള വൈകാരിക ബന്ധം എന്ന് പറയുമ്പോൾ അത് എനിക്ക് മാത്രം അവകാശപ്പെട്ടതോ എനിക്ക് മാത്രം ഊറ്റം കൊള്ളാൻ പറ്റുന്നതോ ഒന്നല്ല. എനിക്കറിയാം, ഈ വേദിയിൽ ഇരിക്കുന്നതും ഈ സദസ്സിലിരിക്കുന്നതുമായിട്ടുള്ള ഒരു അധികം ശതമാനം ആൾക്കാർക്കും ഇത്തരത്തിലുള്ളൊരു ബന്ധം നമ്മുടെ ഈ വിദ്യാഭ്യാസ സ്ഥാപനവുമായിട്ടുണ്ട്, ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ. എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായിട്ട് പൂർവ്വ വിദ്യാർത്ഥി എന്നുള്ള രീതിയിൽ മാത്രമല്ല, എൻ്റെ അമ്മ ശ്രീമതി ചെലമ ടീച്ചർ ഈ സ്കൂളിൽ 1959 അധ്യാപികയായിട്ട് നിയമിതയാവുകയും 1990 31 വർഷത്തെ നീണ്ട സേവനത്തിന് ശേഷം ഏതാണ്ട് 3 തലമുറകൾക്ക് അക്ഷരജ്ഞാനവും വിദ്യയും പകർന്നു കൊടുത്തതിന് ശേഷം 90 ഹെഡ് മിസ്ട്രസ്സായിട്ട് വിരമിക്കുകയും ചെയ്തതാണ്. അതൊരു മറ്റൊരു കാരണം. പിന്നെ എൻ്റെ എല്ലാ സഹോദരങ്ങളും എന്നെപ്പോലെ തന്നെ ഈ സ്കൂളിൽ നിന്നാണ് ഔദ്യോഗിക വിദ്യാഭ്യാസം, പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തീകരിച്ചത്. അതിലെല്ലാം ഉപരി ഒരു വളരെ ബൃഹത്തായ ഒരു സുഹൃത്ത് വലയം സൃഷ്ടിച്ചെടുക്കുവാനും ആ സ്കൂൾ കാലഘട്ടം പ്രയോജനപ്രദമായിട്ടുണ്ട്. ആ സുഹൃത്ത് ബന്ധങ്ങളൊക്കെ തന്നെ നമ്മുടെ നാട്ടിലുള്ള ആ സുഹൃത്ത് ബന്ധങ്ങളൊക്കെ തന്നെ ഇന്നും വളരെ സുദൃഢമായി ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരുപാട് രീതിയിൽ ഈ സ്കൂൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞതാണ്. ഈ സ്കൂളുമായിട്ട് നമ്മുടെ ജീവിതം അത്രയും തന്നെ ബന്ധപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നതാണ്. അപ്പം അങ്ങനെയുള്ളൊരു ഈ സ്കൂളിനോടനുബന്ധിച്ച് നടക്കുന്ന ഈ ചടങ്ങിൽ ഇങ്ങനെ പങ്കെടുക്കുവാനും ഇതുപോലെ തന്നെ ഒരു മെസ്സേജ് അല്ലെങ്കിൽ നിങ്ങളോട് കുറച്ച് നേരം സംസാരിക്കുവാനും കഴിഞ്ഞതിൽ ഞാൻ വളരെയധികം കൃതാർത്ഥനാണ്, വളരെയധികം സന്തോഷവാനാണ്. ഈ കഴിഞ്ഞ വർഷം നാട്ടിൽ വന്നപ്പോഴാണ് ഞാൻ അവിചാരിതമായിട്ട് ശ്രീ ബിജു സാറിനെ കണ്ടുമുട്ടുന്നതും സ്കൂൾ സന്ദർശിക്കുന്നതും. അപ്പോൾ സാറ് വളരെ ഉത്കണ്ഠയോടുകൂടി സ്കൂളിൻ്റെ അവസ്ഥയെക്കുറിച്ച് സംസാരിക്കുകയുണ്ടായി. സ്കൂൾ കടന്നു പോകുന്ന പ്രതിസന്ധികളെക്കുറിച്ച്, സ്കൂള് അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധികളെക്കുറിച്ച്, പ്രത്യേകിച്ചും കുട്ടികളുടെ എണ്ണം ക്രമാതീതമായിട്ട് കുറഞ്ഞു വരുന്നതിനെക്കുറിച്ച്, സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധിയെക്കുറിച്ച്, സ്കൂളിൻ്റെ നിലനിൽപ്പിനെ അല്ലെങ്കിൽ മുന്നോട്ടുള്ള പോക്കിനെ തന്നെ അപകടത്തിലാക്കിയേക്കാവുന്ന ഒരു അവസ്ഥയിലേക്കുറിച്ചൊക്കെ വളരെ ഉത്കണ്ഠാകുലമായിട്ട് സാറ് സംസാരിച്ചു. അതെനിക്ക് നേരിട്ട് കണ്ട് അനുഭവിക്കാനും കഴിഞ്ഞു. ഞാൻ ആലോചിച്ച് നോക്കിയപ്പോൾ ഇത് നമ്മുടെ സ്കൂൾ മാത്രം നേരിടുന്ന ഒരു ഒറ്റപ്പെട്ട ഒരു പ്രതിസന്ധിയോ ഒറ്റപ്പെട്ട ഒരു അവസ്ഥയോ അല്ല. കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ അടുത്ത കാലത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ദ്രുതഗതിയിലുള്ള ഒരു പരിണാമം, അല്ലെങ്കിൽ മധ്യധാര വിദ്യാഭ്യാസ സംസ്കാരത്തിൽ നിന്നുള്ള ഒരു വ്യതിചലനം, ഒരു മാറിയുള്ള ഒരു ചുവടുവെപ്പ്, അത് വളരെയധികം ദ്രുതഗതിയിൽ നടക്കുകയും വളരെ ശക്തപ്പെട്ടു വരികയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇതുകൊണ്ട് നമ്മുടെ സ്കൂൾ മാത്രമല്ല, കേരളത്തിലുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. എല്ലാ
മിക്ക പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഇത്തരത്തിലുള്ള പ്രതിസന്ധികളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ പഠിച്ചിരുന്ന കാലഘട്ടം അത് ഞാൻ ഓർത്തു പോവുകയാണ് ഇപ്പോൾ. അതുകൊണ്ട് അതിനെ വേണമെങ്കിൽ നമുക്ക് ഒരുപക്ഷെ ഈ സ്കൂളിൻ്റെ സുവർണ കാലഘട്ടം എന്ന് വിശേഷിപ്പിക്കാം. 1960, 70, 80 അല്ലെങ്കിൽ 90-ൻ്റെ ആദ്യ പകുതി, ഈ കാലഘട്ടം. അത് ഈ സ്കൂളിൽ ഏതാണ്ട് 300ഓളം കുട്ടികൾ പഠിച്ചിരുന്ന ഒരു സമയം. എല്ലാ സ്റ്റാൻഡേർഡും 2 ഡിവിഷനുകളുണ്ടായിരുന്ന ഒരു സമയം. അങ്ങനെ എല്ലാ അർത്ഥത്തിലും അതിനെ ഒരു സുവർണകാലം എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്നതാണ് എന്നാണ് എൻ്റെ വിശ്വാസം. ഒരു പക്ഷേ നമ്മുടെ സ്കൂളിൻ്റെ മാത്രം സുവർണ കാലഘട്ടമല്ല അത്. കേരളത്തിൽ പൊതുവെ പൊതുവിദ്യാഭ്യാസ മേഖലയുടെ സുവർണകാലം എന്ന് വേണമെങ്കിൽ ആ കാലഘട്ടത്തെ നമുക്ക് വിശേഷിപ്പിക്കാം. ഇത് പെട്ടെന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ ചരിത്രത്തെ 3ആയിട്ടൊന്ന് തരംതിരിച്ച് പെട്ടെന്നൊന്ന് അവലോകനം ചെയ്താൽ മതി. 1-ാം ഘട്ടം 20-ാം നൂറ്റാണ്ടിന് മുൻപുള്ളൊരു കാലഘട്ടം, 19-ാം നൂറ്റാണ്ട്. 2 20-ാം നൂറ്റാണ്ട്. 3 20-ാം നൂറ്റാണ്ടിന് ശേഷമുള്ളൊരു കാലഘട്ടം. ഈ 20-ാം നൂറ്റാണ്ടിന് മുൻപുള്ള കാലഘട്ടം, 19-ാം നൂറ്റാണ്ടിൽ വിദ്യാഭ്യാസ മേഖല എന്ന് പറയുന്നത് സാധാരണക്കാരന് അപ്രാപ്യമായിരുന്ന ഒരു മേഖലയാണ്. ഒട്ടും തന്നെ ജനകീയമല്ലാത്തതും ഒട്ടും തന്നെ സാർവത്രികമല്ലാത്തതുമായിട്ടുള്ളൊരു മേഖലയായിരുന്നു വിദ്യാഭ്യാസം. സമൂഹത്തിലെ ഉന്നത നിലയിൽ ഉള്ള ആൾക്കാരും സാമ്പത്തികമായിട്ട് ഉന്നത ശ്രേണിയിലുള്ള ആൾക്കാർക്കും മാത്രം പ്രാപ്യമായിരുന്ന ഒരു മേഖലയായിരുന്നു വിദ്യാഭ്യാസം ഈ 19-ാം നൂറ്റാണ്ടിൽ. 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടുകൂടി നവോത്ഥാന പ്രസ്ഥാനങ്ങൾ ആരംഭിക്കുകയും 20-ാം നൂറ്റാണ്ടിന് തുടക്കത്തിൽ ശക്തി ആർജിക്കുകയും ചെയ്തപ്പോൾ സമൂഹത്തിലുണ്ടായിട്ടുള്ള പരിവർത്തനത്തിൻ്റെ ഫലമായിട്ട് വിദ്യാഭ്യാസ മേഖലയിലും അതിൻ്റെ പ്രതിഫലനം ഉണ്ടായി. പൂർണ്ണമായിട്ടും വിദ്യാഭ്യാസം സാർവത്രികവും ജനകീയവുമാക്കുവാൻ നമുക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല എങ്കിലും നവോത്ഥാന പ്രസ്ഥാനങ്ങൾ അതിലേക്ക് നമ്മളെ നയിക്കുന്നതിൽ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. അതിൻ്റെ പരിണത ഫലമായിട്ട് അതുപോലെ തന്നെ ക്രിസ്ത്യൻ മിഷണറീസും ഇതിലൊരു വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അങ്ങനെ വിദ്യാഭ്യാസ മേഖല കുറച്ചൊക്കെ ജനകീയമാവുകയും സാർവത്രികമാവുകയും ചെയ്ത ഒരു കാലഘട്ടമാണ് 20-ാം നൂറ്റാണ്ട്. അതിൻ്റെ ഒരു ഉദാഹരണമാണ് നമ്മുടെ സ്കൂളും. 1952-ലാണ് നമ്മുടെ സ്കൂൾ തുടങ്ങുന്നത്. എൻ്റെ പരിമിതമായ ചരിത്രബോധം വെച്ച് സംസാരിക്കുകയാണെങ്കിൽ ചാത്തന്ത്രയിൽ 949-ലാണ് കുടിയേറ്റം ആരംഭിക്കുന്നത്. കാർഷിക വൃത്തിക്കായിട്ട് കുടിയേറിയൊരു ജനത അവരുടെ കുട്ടികളുടെ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയെടുത്തൊരു ഷെഡാണ് നമ്മുടെ ആദ്യത്തെ സ്കൂൾ. ഞാൻ വായിച്ച് അറിഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കുന്ന അന്നത്തെ കാലഘട്ടത്തിൽ മറ്റ് സ്കൂളുകളുണ്ടായിരുന്നു. പുറമ്പാറ വെൺകുറിഞ്ഞി സ്കൂള്, വെച്ചുച്ചർ സ്കൂൾ അല്ലെങ്കിൽ പ്രപ്പോസിലെ സ്കൂളൊക്കെ ആയിരുന്നു. അപ്പം 5-8 കിലോമീറ്ററുകൾ ദൂരം യാത്ര ചെയ്ത് കുട്ടികൾക്ക് പോകാൻ ഉള്ള അസൗകര്യം കാരണമാണ് ഇങ്ങനെയൊരു സ്കൂൾ നമ്മളിവിടെ 52-ൽ ആരംഭിക്കുകയും ചെയ്തു. അപ്പം അതെല്ലാം ഈ കാലഘട്ടം, അപ്പോൾ 20-ാം നൂറ്റാണ്ടിൻ്റെ മധ്യകാലഘട്ടത്തിലാണ് ഇതും സംഭവിക്കുന്നത്. അപ്പം വിദ്യാഭ്യാസം ഇങ്ങനെ സാർവത്രികവും ജനകീയവുമായിട്ടുള്ളൊരു കോൺസെപ്റ്റായിട്ട് മാറിക്കൊണ്ട് പരിണമിച്ച് വരുന്നതിൻ്റെ ഒരു ഉദാഹരണം കൂടി ഞാൻ പറഞ്ഞപ്പോൾ അതിൻ്റെ ചരിത്രത്തിലേക്ക് ഞാൻ കടന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പം 3-ാമത്തെ കാലഘട്ടം നമ്മൾ ഒന്ന് പറഞ്ഞു കഴിഞ്ഞു, 19-ാം നൂറ്റാണ്ട്, 20-ാം നൂറ്റാണ്ട് 2. ഈ 3-ാമത്തെ കാലഘട്ടമാണ് 20-ാം നൂറ്റാണ്ടിൻ്റെ അവസാന കാലഘട്ടവും അതിന് ശേഷമുള്ള ഇപ്പോൾ നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടവും. ഇവിടെയാണ് ദ്രുതഗതിയിലുള്ള പരിണാമങ്ങൾക്ക് നമ്മുടെ വിദ്യാഭ്യാസ സംസ്കാരം കടന്നുപോയത്. ഇതൊരു പുതിയൊരു വിദ്യാഭ്യാസ സംസ്കാരത്തെ നമ്മളിലേക്ക് കൊണ്ടുവന്നു. ഒരു മുഖ്യധാര വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് ഒരു പുതിയ വിദ്യാഭ്യാസ സംസ്കാരം, അതിൻ്റെ ഒരു പരിണത ഫലമാണ് നമ്മൾ ഇന്നിവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ ഒരു പുതിയ വിദ്യാഭ്യാസ സംസ്കാരം ഉണ്ടാക്കിയെടുക്കുന്നതിനോടൊപ്പം തന്നെ ഒരു സാമൂഹിക ധ്രുവീകരണത്തിനുള്ളൊരു
കാരണം കൂടി ആയിക്കൊണ്ടിരിക്കുന്നുള്ള വളരെ ഭീകരമായൊരു സത്യാവസ്ഥയാണ്. കാരണം ഇന്ന് പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നമ്മുടെ സമൂഹത്തിലെ പിന്നോക്കം നിൽക്കുന്നവരും സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവർക്കും വേണ്ടി മാത്രമുള്ള ഒരു കാറ്റഗറി ഓഫ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിട്ട് മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് വളരെ ഭീകരം അല്ലെങ്കിൽ ഒരു പേടിപ്പിക്കുന്ന ഒരു സത്യാവസ്ഥയാണ്. അപ്പോൾ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും 19-ാം നൂറ്റാണ്ടിലേക്ക് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്, ഒരു വിദ്യാഭ്യാസ സംസ്കാരത്തിലേക്ക് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇന്ന് അത്തരത്തിലുള്ള വിദ്യാഭ്യാസങ്ങൾ, സൗകര്യങ്ങൾ ഒരു ന്യൂനപക്ഷത്തിന് മാത്രം പ്രാപ്യമാകുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് അന്നും അത് തന്നെയായിരുന്നു അവസ്ഥ, അല്ലേ? നമ്മൾ ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ അന്നും സാമ്പത്തികമായിട്ടും സാമൂഹികമായിട്ടും ഉന്നത ശ്രേണിയിൽ ഉള്ളവർക്ക് മാത്രം പ്രാപ്യമായൊരു മേഖലയായിരുന്നു വിദ്യാഭ്യാസമെങ്കിൽ ഇന്നും അതിലേക്ക് നമ്മൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് നമ്മൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് അടുത്ത് നിർത്തണമെങ്കിൽ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ശാക്തീകരിക്കപ്പെടേണ്ടതുണ്ട്. അത് നമ്മളിൽ ഓരോരുത്തരിൽ നിക്ഷിപ്തമായിരിക്കുന്ന ഒരു ഉത്തരവാദിത്തമാണ്. അതിനുവേണ്ടി നമ്മൾ കൂട്ടായിട്ട് ഒരു സാമൂഹ്യ ഉത്തരവാദിത്തത്തോടുകൂടി ഇതിൽ നമ്മൾ പങ്കെടുക്കുക. ഓരോ പൗരനും, നമ്മുടെ നാട്ടിലുള്ള ഓരോ ആൾക്കാരും ഇത് വ്യക്തിപരമായൊരു ഉത്തരവാദിത്തമാണെന്ന് കണ്ടുകൊണ്ട് ഇതിൽ പങ്കെടുക്കുകയും നമ്മുടെ ഈ സ്കൂളിനെ മുന്നോട്ട് സുഗമമായിട്ട് നടന്നു പോകുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ ചെയ്യുകയും ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമായിരിക്കുകയാണ്. കാരണം ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട്, വിദ്യാഭ്യാസം എന്ന് പറയുന്നത് മനുഷ്യനെ മനുഷ്യനായി മാറ്റിയെടുക്കുന്ന ഒരു സാമൂഹിക പ്രക്രിയയാണ്. നമ്മൾ വിദ്യാഭ്യാസത്തെ അങ്ങനെയുള്ളൊരു സാമൂഹിക പ്രക്രിയയായി മാറ്റിയെടുക്കണമെന്നുണ്ടെങ്കിൽ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ശക്തീകരിക്കപ്പെട്ടേ പറ്റൂ. കാരണം മറ്റു രീതിയിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ വിദ്യാഭ്യാസം ഒരു പ്രിവിലേജ്ഡ് കമ്മ്യൂണിറ്റിയുടെ അവകാശമായിട്ട് മാറും. അല്ലെങ്കിൽ സമൂഹത്തിൽ സ്വാധീനവും സമ്പത്തും ഉള്ള ആൾക്കാർക്ക് മാത്രം പ്രാപ്യമായ ഒരു മേഖലയായിട്ട് വിദ്യാഭ്യാസം മാറുമ്പോൾ അതിൻ്റെ ജനകീയത നഷ്ടപ്പെടും, സാർവത്രികത നഷ്ടപ്പെടും. അതിലൂടെ മനുഷ്യനെ മനുഷ്യനായി കാണുവാനുള്ള ഒരു സാമൂഹിക പ്രക്രിയയായി വിദ്യാഭ്യാസം മാറുക എന്നുള്ളതും അപ്പോൾ അപ്രാപ്യമാകും. അതുകൊണ്ട് നമ്മളെല്ലാവരും തുടർന്നും ഒരു കൂട്ടുത്തരവാദിത്വത്തോടുകൂടി ഈ സ്കൂള് നിലനിൽക്കേണ്ടതിൻ്റെ ആവശ്യകത മനസ്സിലാക്കി കൂട്ടുത്തരവാദിത്വത്തോടുകൂടി മുന്നോട്ട് പോവുകയും പ്രവർത്തിക്കുകയും ചെയ്യണമെന്ന് ഞാൻ വിനീതമായി നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ ഈ പ്രവേശനോത്സവത്തിൽ പങ്കെടുക്കുന്ന കുഞ്ഞുങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. ടീച്ചർമാർക്കും അധ്യാപകർക്കും ആത്മസമർപ്പണത്തോടും സേവന സന്നദ്ധയോടും കൂടി പ്രവർത്തിക്കുന്ന എല്ലാ അധ്യാപകർക്കും കുഞ്ഞുങ്ങളോടൊപ്പം തന്നെ ആശംസകൾ നേരുന്നു. നല്ലൊരു അധ്യയന വർഷം ആശംസിക്കുന്നു. അതുപോലെ തന്നെ ഈ സ്കൂള് ഇനിയും വിജയപാതയിൽ ഇതിൻ്റെ സുവർണ്ണ കാലഘട്ടത്തിലേക്ക് തിരിച്ചു വരട്ടെ. അതിന് നമുക്കെല്ലാവർക്കും ഒത്തൊരുമയോടുകൂടി പ്രവർത്തിക്കാം എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം.